നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 15-ാമത്തെ അധ്യായം 20-ാമത്തെ ശ്ലോകം 15-ാമത്തെ ഭാഗമായിട്ട് പറയണു. ഓം സോഹം നൃപേന്ദ്രരഹിത പുരുഷോത്തമേന സഖ്യ പ്രിയേണ സുഹൃദാഹൃദയേന ശൂന്യ അധ്വന്യുരുക്രമ പരിഗ്രഹമംഗരക്ഷൻ ഗോപൈരസദ്ഭിരബലേവ വിനിർജിതോസ്മി. അംഗ നൃപേന്ദ്ര ചക്രവർത്തിയെ വിളിക്കുന്ന രീതിയിലാണ്. അംഗരാജാവ് അല്ല, ചക്രവർത്തിയായിട്ടുള്ള ഭഗവാനെ അല്ലെങ്കിൽ ചക്രവർത്തിയായിട്ടുള്ള യുധിഷ്ഠിരനെ ഏട്ടനെ വിളിക്കുകയാണ്. സ്വന്തം എന്നുള്ള നിലയ്ക്കാണ് ഈ അംഗ എന്നുള്ള പ്രയോഗം ധാരാളമായിട്ട് കാണാൻ സാധിക്കും. അംഗരാജാവ്, അത് നമുക്ക് കർണനെ അംഗരാജാവ് എന്നാ പറയാം. അങ്ങനെ ധാരാളമുണ്ട്. സാമന്തരാജാക്കന്മാർ, അതല്ലെങ്കിൽ കീഴിൽ നിൽക്കുന്നവരെ, സഹോദരങ്ങൾ, അതൊക്കെ അംഗൻ എന്നുള്ള നിലയ്ക്കാണ് വരിക. കുടുംബത്തിലൊരു അംഗമാണെന്ന് വെച്ചാൽ ആ രീതിയിൽ. അപ്പോൾ അതാത് സന്ദർഭങ്ങളിൽ എങ്ങനെയാണോ വരിക വെച്ചാൽ അങ്ങനെ എടുത്താലേ അത് ശരിയാവുള്ളൂ. ഇവിടെ നൃപേന്ദ്രനായിട്ടുള്ള അംഗനാണ്. അപ്പോൾ കുടുംബത്തിലെ മൂത്ത കാരണവർ ആ നിലയ്ക്കാണ്. ഭഗവാനെ ഈ ചക്രവർത്തി എന്നുള്ള നിലയ്ക്ക് നൃപന്മാരുടെ ഇന്ദ്രനാണ്. അപ്പോൾ ചക്രവർത്തി പദമുണ്ട്. അങ്ങനെയുള്ള അംഗ, ശ്രേഷ്ഠ എന്നൊരർത്ഥമുണ്ട്. അപ്പം അങ്ങനെ അതിൽ ഏറ്റവും എടുക്കാൻ കുലമുഖ്യ സ്ഥാനം, ഒരു വിദ്യ പ്രദർശിപ്പിക്കുക വെച്ചാൽ ആ വിദ്യയിലെ ഏറ്റവും നിപുണൻ. അങ്ങനെ പല രീതിയിൽ ഈ അംഗ പ്രധാനപ്പെട്ടതായിട്ടുള്ള അംഗം എന്നുള്ള നിലയ്ക്ക് കണക്കാക്കാം. അത് സന്ദർഭത്തിനനുസരിച്ച് വ്യത്യാസം വരികയും ചെയ്യും. അപ്പോൾ ഒന്ന് നോക്കിയെടുക്കണം, അത്രയേ ഉള്ളൂ. അംഗ നൃപേന്ദ്ര, അല്ലയോ ചക്രവർത്തി മഹാരാജാവേ, സഖ്യ, ഈ സഖാഭാവം കൊണ്ട്, സഖീത്വം കൊണ്ട്, സ്നേഹിതൻ എന്നുള്ള നിലയ്ക്ക്, പ്രിയേണ, വളരെ പ്രിയപ്പെട്ടവനായിട്ട്, ആ പ്രിയത്തെ ചെയ്യുക എന്ന ആ ഭാവം കൊണ്ട്, പ്രിയനായ സുഹൃദ, സുഹൃത്ത്, നല്ല മനസ്സുള്ളവൻ, അതാണ് സുഹൃത്ത്. സുഹൃത്ത് എന്ന് നമ്മൾ വിചാരിക്കുന്നവരെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളായിക്കൊള്ളുന്നില്ല. നമ്മുടെ കൂട്ട് എപ്പോഴും അനുഭവിക്കുന്നു, നമ്മളൊപ്പം കൂട്ടുകൂടി നടക്കണു, അതൊക്കെ ശരിയാവും. പക്ഷേ സുഹൃത്തായിക്കൊള്ളുന്നില്ല. സുഹൃത്താവണമെച്ചാൽ അത് നല്ല മനസ്സുണ്ടാവണം, എപ്പോഴും സഹായിക്കണം. കലികാലത്തിലെ സുഹൃത്ത് ബന്ധം എന്നുള്ളത് താൽക്കാലികമൊക്കെ കാണുമ്പോൾ ഒക്കെ നല്ല ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കും. എന്നിട്ട് പാര പണിയും, വളരെയധികം ബുദ്ധിമുട്ടിക്കും, സ്നേഹിതനെ വഞ്ചിക്കും. അപ്പോൾ അത് സുഹൃത്തല്ല. കൂട്ടുകാരനായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, കൂട്ടുണ്ടെന്നേ ഉള്ളൂ. ആ കൂട്ട് അത്ര ശരിയാണോ എന്ന് ശരിയാ. താൽക്കാലികമായിട്ട് കൂട്ട് വിരോധമില്ല. ആ രീതിയിൽ അകത്തി നിൽക്കുക, അകന്ന് നിൽക്കുക. കൂട്ടായിക്കോട്ടെ, വിരോധമില്ല, അങ്ങനെ കണക്കാക്കിയാൽ മതി. അപ്പം അങ്ങനെ ഇവിടെ അതല്ല, ഇവിടെ സുഹൃത്താണ്. കൃഷ്ണൻ അർജുനൻ്റെ സുഹൃത്താണ്. അർജുനൻ കൃഷ്ണൻ്റെയും സുഹൃത്തായിട്ട് കൃഷ്ണൻ കണക്കാക്കി എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ സുഹൃത പുരുഷോത്തമേന, പിന്നാരാ? ഈശ്വരനാണ്. പുരുഷന്മാർ, ജീവൻ ശരിക്കും പുരുഷൻ എന്ന് പറഞ്ഞാൽ ജീവൻ എന്നുള്ള കണക്കാക്കുക. അപ്പോൾ ആ ജീവനെ ഒരു ഗണമായിട്ട് എടുക്കുമ്പോൾ അതിൽ ഏറ്റവും ഉത്തമൻ, അങ്ങനെ പുരുഷോത്തമൻ, പരമാത്മാവ് എന്ന് സാരം. അങ്ങനെയുള്ള പരമാത്മാവിനാൽ രഹിത. ഇപ്പം എന്താ സംഭവിച്ചത്? പരമാത്മാവ് ഇല്ലാത്ത അവസ്ഥയല്ല, പരമാത്മാവ് താൽക്കാലികമായിട്ട് പിരിഞ്ഞു പോയി, എന്നിൽ നിന്നും അകന്നുപോയി, നമ്മിൽ നിന്നും അകന്നുപോയി. രഹിതേന എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരവസ്ഥ. അത് കൂടാതെ കണ്ട്, പരമാത്മാവിനെ കൂടാതെ കണ്ട്. അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് എന്താ ചെയ്യുന്നത്? രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞു, കൃഷ്ണനും അർജുനനും തമ്മിൽ പിരിഞ്ഞു. സഹ അഹം, ആ ഞാൻ, എന്നിൽ നിന്നും കൃഷ്ണൻ അകന്നുപോയി. ആ ഞാൻ ഹൃദയേന, എൻ്റെ ഈ മനസ്സുകൊണ്ട്, ശൂന്യ, എൻ്റെ മനസ്സ് ഇപ്പോൾ ശൂന്യാവസ്ഥയിലാണ്, അതിലൊന്നുമില്ല, ബ്ലാങ്ക് ആണ്. ഭഗവാൻ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ മനസ്സിപ്പോൾ ശൂന്യമാണ്, ഹൃദയം ഒഴിഞ്ഞിരിക്കണം, വേറെ ഒന്നും അതിലില്ല. അധ്വനി, ഈ ഒരു അധ്വാവില്, അധ്വനി വെച്ചാൽ വഴിയിൽ, അധ്വനി അധ്വാവിൽ, അധ്വാവിൽ വെച്ചാൽ മാർഗമധ്യത്തിൽ എന്നർത്ഥം. അധ്വനി വഴിയിൽ. ഉരുക്രമ പരിഗ്രഹം, ഈ ഭഗവാന്റെ ഉരുക്രമൻ ഭഗവാനാണ്. ആ ഉരുക്രമൻ്റെ പരിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്നിമാർ. ഭഗവാനായതുകൊണ്ട് പത്നിമാർ, ഒരാളെ വിളിച്ചാൽ പരിഗ്രഹം, ഒരാൾ പത്നി. ഇത് പരിഗ്രഹങ്ങളെ മുഴുവൻ, ശരിക്കും അത് പ്ലൂരൽ ആണ്.
ആ വഴിയിൽ ഉരുക്രമ പരിഗ്രഹം ഭഗവാന്റെ ഈ പത്നിമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടതായിട്ടുള്ള ഞാൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോപൈഹി രക്ഷൻ അങ്ങനെ പത്നിമാരെ രക്ഷിക്കുകയാണ്. ആ സമയത്ത് ഗോപൈഹി ചില ഗോപന്മാര് അസദ്ഭിഹി അസത്തുക്കളായിട്ടുള്ള ചില ഗോപന്മാര് എന്ന് വെച്ചാൽ അവിടെ യാദവരായിട്ടുള്ള ഗോപന്മാരായിക്കൊള്ളണം എന്നില്ല. മധുരാമണ്ഡലം ആയതുകൊണ്ട് എങ്ങനെയാ ഉണ്ടാവുക ചോദിച്ചാൽ അറിയൂല. അതായത് പശുക്കളെ നോക്കുന്നവർ എന്നേ ഗോപൻ അർത്ഥമുള്ളൂ. എന്തുകൊണ്ട് ഈ യാദവരിൽ കുറച്ചാളുകൾ അർജുനനെ നിസ്സാരരാക്കിയിട്ട് കണക്കാക്കി? ഭഗവാന്റെ സഹായം, പിന്നെ ഈശ്വരന്മാരുടെ അവതാരം, ഗോലോകത്ത് നിന്ന് വന്ന ഗോപന്മാരെ ഇവിടെ മനുഷ്യ ശരീരം സ്വീകരിച്ച് അവിടെ അന്നത്തെ ചില ഗോപികമാരെ അതല്ലെങ്കിൽ അതേപോലെയുള്ള ചില സ്ത്രീകളെ ആഗ്രഹിച്ചത് കൊണ്ട് ഇവിടെ വന്നാൽ അത് സാധിപ്പിച്ചു തരാം എന്ന് ഭഗവാന്റെ വാക്ക്. അപ്പം അതിൽ ഈ പത്നിമാരും ഏതൊക്കെയോ ചില പൂർവ്വജന്മങ്ങളിൽ പെട്ടു എന്നൊക്കെ വ്യാഖ്യാനിക്കുക. അങ്ങനെയൊക്കെ വയ്ക്കുമോ നിശ്ചല. കാരണം ഭഗവാന്റെ പത്നിയായിട്ടുള്ള ഒരാളെ മറ്റൊരാൾക്ക് ലഭിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ അർത്ഥമാക്കേണ്ടത് അങ്ങനെയല്ല. ഭഗവാന്റെ പത്നിമാരെ പരിഗ്രഹം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, വാച്യാർത്ഥം കൃത്യ. പക്ഷെ ആ വാച്യാർത്ഥത്തിനെ നമ്മൾ അങ്ങനെ എടുക്കരുത് എന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം. ഇനി അതേപോലെ മറ്റാചാര്യന്മാർ ഇതുപോലെ പറയുണ്ടാവാം. കാരണം ഭഗവാന്റെ പത്നിമാരെ മറ്റൊരാൾ ഭാര്യയാക്കില്ല. മഹാലക്ഷ്മിമാരാണ് അവർ മുഴുവൻ. ലക്ഷ്മീപദത്തെ ഭഗവാനാൽ കൊടുക്കപ്പെട്ടതാ. അപ്പോൾ അവരെ വീണ്ടും ഗോപന്മാർ മറ്റൊരു ആൾക്കാർ ഭാര്യമാരാക്കില്ല. അതങ്ങനെയാണ് അതിൻ്റെ നിയമം. ശംഖചൂടന് തുളസിയെ കിട്ടി, അത് ശരിയാണ്. പക്ഷെ അതുപോലെ അത് കിട്ടില്ല. അതിന് പ്രത്യേകമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. ഗോലോകത്തുനിന്ന് സുദാമാവിന് തുളസിയോടുള്ള താല്പര്യം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭഗവാൻ കൊടുത്തത്. പിന്നെ ആ തുളസിയെ ശുദ്ധയാക്കിക്കൊണ്ട് തന്നിലേക്ക് തന്നെ എത്തിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ കൃഷ്ണൻ്റെ പത്നിമാരെ ഈ ഗോപന്മാർ ലൗകികമായിട്ട് അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പോൾ എല്ലാവരും കൃഷ്ണനെ ഭർത്താവായിട്ടാണ് കണക്കാക്കുക. ഗോപികമാരും അതെ, അതേപോലെ തന്നെ മറ്റ് സ്ത്രീകളും അതെ. അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ ഭർത്താവാണ്. ജാരബുദ്ധിയാണ്. സ്വന്തം ഭർത്താക്കന്മാർ വരണ്ടാവും. അങ്ങനെയുള്ള ചില ഗോപന്മാർ, ചില ഗോപിക അല്ലെങ്കിൽ ആ രീതിയിലുള്ള സ്ത്രീകൾ, മധുരാമണ്ഡലത്തിലെ കുറച്ച് യാദവ സ്ത്രീകൾ, അതിൽ ചിലവരെ ഇതേപോലെ ഗോപന്മാർ തട്ടിക്കൊണ്ടുപോയി. ഭഗവാന്റെ പത്നിമാരെ കൊണ്ടുപോയി എന്നാണ് വാച്യാർത്ഥമെങ്കിലും അത് അങ്ങനെയല്ല ഒരഭിപ്രായം. അത്രയേ ഉള്ളൂ. അത് പല ആചാര്യന്മാരും സ്മരിക്കാറുണ്ട്. ഭഗവാന്റെ പത്നിമാരൊന്നും അങ്ങനെ ഭഗവാന്റെ ഇച്ഛ ഉണ്ടെങ്കിൽ തന്നെ ഭഗവാൻ അത് ആ രീതിയിൽ കൊടുക്കാറില്ല. കാരണം അതിലൊരു അലൗകികത അല്ലെങ്കിൽ അതിലൊരു അസാംഗത്യം വരും. അപ്പം അത് അങ്ങനെ ആവില്ല. ഭഗവാനെ ആഗ്രഹിച്ച് ആ ദാസിമാരായിട്ടോ അല്ലെങ്കിൽ അന്തപുരത്തിലോ മറ്റേ ഓരോ പത്നിമാർക്കും അത്രയും ദാസിമാരും ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അനവധി തരത്തിൽ കാറ്റഗറി അനവധി ഉണ്ട്. അപ്പോൾ അതിൽ ആർക്കെങ്കിലും ഇതേപോലെ ഈ പൂർവ്വജന്മത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വരമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ജന്മത്തിൽ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അതിനെ അനുവദിച്ചു. അത്രേ ഉണ്ടാവുള്ളൂ. അതല്ലാതെ കണ്ട് ഭഗവാന്റെ ഈ 16,108 പേരെ തട്ടിക്കൊണ്ടുപോവുക, വേറൊരു ഗോപൻ ഭാര്യയാക്കി വെക്കുക, അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇത് അതിശയോക്തി രീതിയിൽ ആ വാചകം ശ്ലോകത്തിൽ മുഴുവൻ അങ്ങോട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് അക്ഷരങ്ങൾ കൃത്യമാണല്ലോ, അതുകൊണ്ട് സംഭവിച്ചതാവുന്നേ അതിൽ പറയാൻ പറ്റൂ. വാച്യാർത്ഥം പറ്റിച്ചാണ് അധ്വനി ഉരുക്രമ പരിഗ്രഹം രക്ഷൻ, അത് രക്ഷിക്കാൻ തരായില്ല. ഗോപൈഹി ഗോപന്മാർ, അസദ്ഭി ഈ ചീത്ത ആളുകൾ, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിയാ. അബല ഇവ സ്ത്രീയെ എന്ന പോലെ വിനിർജിത, ഞാൻ ഒരു സ്ത്രീ ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ ആ ബലമില്ലാത്തൊരവസ്ഥയെ അവർ ചൂഷണം ചെയ്തു. കാരണം ഭഗവാൻ എന്നിൽ നിന്നും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ബലഹീനനായി. അതുകൊണ്ട് വിനിർജിത, എന്നെ പരാജയപ്പെടുത്തി അവർ. അസ്മി, അങ്ങനെ സംഭവിച്ചു പോയി. വാച്യാർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് അങ്ങനെ പാഖണ്ഡം എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥം അവനവൻ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. അത് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ പാഖണ്ഡായി, പോസിറ്റീവിലേക്ക് പോകുമ്പോൾ അതിന് പാഖണ്ഡം എന്ന് പറയാൻ പറ്റില്ല.
അപ്പോൾ സംഗതി രണ്ടും ഒന്ന് തന്നെയാണ്, വക്രിച്ച് തന്നെയാണ് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഈ ഒരു ധാരണ നമുക്ക് വേണം. നമ്മൾ നേരത്തെ കൃഷ്ണനെ അർജുനനുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ അർജുനൻ്റെ മഹത്വം അത് കണക്കാക്കിക്കൊണ്ടാണ് കൃഷ്ണനെ സഖാവായിട്ട് കണക്കാക്കിയത്, കൃഷ്ണനെ സഖാവായിട്ട് കണക്കാക്കിയത്. അപ്പോൾ രണ്ടും ആ രീതിയിൽ കണക്കാക്കണം എന്ന കൂട്ടത്തിൽ ഇവിടെയും ഈ യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുകയാണ്, സ്നേഹിതനായിട്ട് അതേപോലെ ഏറ്റവും പ്രിയത്തോടു കൂടിയിട്ട് സദാസമയത്തും സുഹൃത്തായിട്ട് അങ്ങനെയുള്ള ആ ഭഗവാനാകുന്ന പുരുഷോത്തമൻ, ആ ഭഗവാനെ ഇപ്പോൾ ഞാൻ പിരിഞ്ഞു. ഭഗവാനെ പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതേ ഞാൻ ഗാണ്ഡീവധാരിയായിട്ടുള്ള ഭാരതയുദ്ധം ജയിച്ചതായിട്ടുള്ള അനവധി മഹാദേവനെ പ്രീതിപ്പെടുത്തിയതായിട്ട് ധാരാളം കഴിവുകളുണ്ട്. അതേ ഞാൻ ഹൃദയേന, എൻ്റെ മനസ്സിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ, ഒരു ബുദ്ധിയില്ല, ഒരു കഴിവുമില്ല, പഠിച്ച വിദ്യയൊക്കെ മറന്നുപോയി, അങ്ങനെ ശൂന്യനായിട്ട് ഞാൻ ഈ അധ്വനി ഈ വഴിയിൽ ഉരുക്രമസ്യ ദ്വാരക മുങ്ങണ സമയത്ത് അവിടെയുള്ള സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. സ്ത്രീകളെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് വ്യാഖ്യാനിക്കാറ്. ഇവിടെ പരിഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അത് പരിഗ്രഹം ഇങ്ങനെ കണക്കാക്കാവൂ, എല്ലാവർക്കും ഭഗവാൻ ഭർത്താവായിട്ട് കിട്ടണം തന്നെയാണ്. അപ്പം നമ്മൾ പുരുഷന്മാരായാലും നമുക്ക് ഭഗവാൻ ഭർത്താവായിട്ട് വരണം, നമ്മളെ ഭരിക്കണം, ആ രീതിയിലേ കണക്കാക്കാവൂ. അങ്ങനെ കണക്കാക്കുമ്പോൾ ആ പരിഗ്രഹം ആ സ്ത്രീകളെ രക്ഷിക്കാൻ സാധിച്ചില്ല. ചില കാട്ടുവാസികൾ, കാട്ടിൽ വസിക്കുന്ന ഗോപന്മാർ, പശുക്കളെ നോക്കുന്നവർ. അപ്പോൾ ഈ പശു എന്നുള്ളൊരു അർത്ഥമല്ലേ ഉള്ളൂ, ആടായാലും പശുവായാലും മറ്റേ എരുമയായാലും ഒക്കെ ആ രീതിയിൽ തന്നെ വരിക, പാല് തരുന്നതായിട്ടുള്ള രീതിയിൽ. അപ്പോൾ അവരെ രക്ഷിക്കുന്നതായിട്ടുള്ള ഈ ഗോപന്മാർ, ഗോപൈഹി അസദ്ഭിഹി, അവർ ഈ അസദ്ഭി എന്ന് പറയാനുള്ള കാരണം വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, അവരെ ഇറച്ചി തിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാട്ടാളന്മാർ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അസത്തുക്കളായിട്ട് അവരെ കണക്കാക്കി. അങ്ങനെയുള്ള അവരെ ഈ ഗോപസ്ത്രീകളെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ സാരം ഇത്രയേ ഉള്ളൂ, മഹാ അസത്തുകൾ, നമ്മളെപ്പോലെ ഈ കലികാലത്തിൽ മറ്റുള്ളവരെ വധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. അങ്ങനെയുള്ള അസദ്ഭിഹി അബലായിവ, ഈ എൻ്റെ ഒരു ഭാവം കണക്കാക്കി അർജുനൻ പറയുകയാണ്, എന്ത്, ഞാൻ ഇത്രയും മോശക്കാരനായില്ലോ, എനിക്കൊരു ബലമില്ലാത്ത ഒരവസ്ഥയായാലോ. അബല എന്നുള്ളതിൻ്റെ അർത്ഥം, വാച്യാർത്ഥം സ്ത്രീ എന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ ബലമില്ലാത്തവനായി എന്നേ ഉള്ളൂ, അതല്ലാതെ കണ്ട് ഞാൻ സ്ത്രീയായി എന്നുള്ള അർത്ഥമില്ല. അർജുനൻ ബൃഹന്നുള്ള സ്ത്രീ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ അബലായിവ, സ്ത്രീയെ പോലെ എന്നുള്ളതല്ല വേണ്ട, ബലമില്ലാത്ത ഒരവസ്ഥയിൽ എത്തിച്ചു. കാരണം ഭഗവാൻ എൻ്റെ കൂടെ ഇല്ല. മരിച്ചുപോയ എന്താ ചെയ്യുക? ജഡമായിട്ട് മാറിയില്ലേ? ആ ജഡത്തിന് എന്താ ഉള്ള ഒരു ബലമുള്ളത്? ഒന്നുമില്ല എന്ന കൂട്ടത്തിലുള്ള ഒരവസ്ഥയിൽ. അപ്പോൾ ഇവിടെ അർജുനൻ മരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കൃഷ്ണൻ പോയപ്പോൾ അർജുനൻ മരിച്ച കൂടുതലായി. അങ്ങനെയുള്ള ബലമില്ലാത്ത ഒരവസ്ഥയിൽ, അത് സ്ത്രീക്ക് സമാനമായപ്പോൾ അബലായിവ, സംസ്കൃതത്തിൽ അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് വാച്യാർത്ഥം അങ്ങനെ പറഞ്ഞു. അബലായിവ വിനർജിത, എന്നെ പരാജയപ്പെടുത്തി. അങ്ങനെ അസ്മി, ഭവിച്ചുപോയി, സംഭവിച്ചു. സഹ അഹം നൃപേന്ദ്ര, അതേ ഞാൻ തന്നെയാണ് കേട്ടോ ഈ നൃപേന്ദ്ര, യുധിഷ്ഠിര മഹാരാജാവേ, ചക്രവർത്തി. രഹിത പുരുഷോത്തമേന രഹിത, പുരുഷോത്തമനായിട്ടുള്ള ഭഗവാൻ ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായി. ആ സമയത്ത് സഖ്യ, എങ്ങനെയായിരുന്നു ഭഗവാൻ ഉണ്ടായിരുന്നത്? സഖാവായിട്ട് എന്നെ കണക്കാക്കിയിരുന്നു. പ്രിയേണ, പ്രിയത്തോടു കൂടിയിട്ടാണ് പെരുമാറിയിരുന്നത്. സുഹൃത, നല്ല മനസ്സുള്ള ആ ഒരു ഭാവത്തിലാണ് എന്നെ കണ്ടിരുന്നത്. ഹൃദയേന ശൂന്യ, ഇപ്പോൾ ആ ഭഗവാൻ പിരിഞ്ഞതുകൊണ്ട് എൻ്റെ ഹൃദയം ഈ ശൂന്യമായിരിക്കുന്നു, എൻ്റെ മനസ്സിലിപ്പോൾ ഒന്നുമില്ല, ഞാനൊരു വികാരരഹിതനായിരിക്കുന്നു. അധ്വനി, അങ്ങനെയുള്ള ആ ഞാൻ ഈ വഴിയിൽ, മാർഗമധ്യത്തിൽ, അധ്വനി ഉരുക്രമ പരിഗ്രഹം, ഈ ഭഗവാന്റേതായിട്ടുള്ള പത്നിമാരെ, അംഗ അല്ലയോ രാജാവായിട്ടുള്ള ചക്രവർത്തിയായിട്ടുള്ള നമ്മുടെ സഹോദരനായിട്ടുള്ള ഏട്ട എന്നുള്ള നിലയ്ക്ക് രക്ഷൻ, ഞാൻ രക്ഷിക്കുകയായിരുന്നു. ഈ ഉരുക്രമ പരിഗ്രഹങ്ങളെ, ഭഗവാന്റെ പത്നിമാരെ ഞാൻ രക്ഷിക്കുകയായിരുന്നു. ആ സമയത്ത് ഗോപൈഹി, ചില ഗോപന്മാര്, അസദ്ഭിഹി, ചീത്ത പ്രവൃത്തി ചെയ്യുന്നവര്, കാരണം അന്യന്റെ ഭാര്യയെ സ്വീകരിക്കാൻ പാടില്ലല്ലോ, അപ്പോൾ അത് ചീത്ത പ്രവൃത്തിയായി. ചീത്ത പ്രവൃത്തി ചെയ്യുന്നവര്, ഗോപൈഹി അസദ്ഭിഹി അബല ഇവ, സ്ത്രീകളോട് എന്ന പോലെ, ബലമില്ലാത്തതായിട്ടുള്ള എൻ്റെ ഒരവസ്ഥ ഇപ്പോൾ അറിയാലോ, അങ്ങനെയുള്ള ആ ഒരു ഭാവത്തിൽ എൻ്റെ ഈ ബലഹീനതയെ അവര് ജയിക്കുക തന്നെ ചെയ്തു. ബലഹീനത കാരണം കൊണ്ട് വിനിർജിത അസ്മി, അങ്ങനെ എന്നെ ജയിക്കുകയും ചെയ്തു.
സോഹം നൃപേന്ദ്ര രഹിത പുരുഷോത്തമേന സഖ്യ പ്രിയേണ സുഹൃദ ഹൃദയേന ശൂന്യ അധ്വന്യുരുക്രമ പരിഗ്രഹമംഗരക്ഷൻ ഗോപൈരസദ്ഭിരബലേവ വിനിർജിതോസ്മി. 15ാമത്തെ ഭാഗമായിട്ട് 20ാമത്തെ ശ്ലോകം 15ാമത്തെ അധ്യായത്തിലെ പ്രഥമ സ്കന്ധം. ഇപ്പോൾ ഒരു ശ്ലോകം പറഞ്ഞു. നാരായണ നാരായണ അർജുന വിലാപം മഹാപ്രസ്ഥാനത്തിൻ്റെ അവിടേക്ക് എത്തുകയാണ്. നാരായണ നാരായണ